പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BBA ഓണേഴ്സ് പ്രോഗ്രാം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സുകൾ പല വിദ്യാർത്ഥികളും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു സ്കിൽ കോഴ്സായിട്ട് പലരും തിരഞ്ഞെടുക്കാറുണ്ട്. ഇതിൽ വലിയ സാധ്യതയുള്ള ഒരു കോഴ്സും കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ഈ സിലബസിൽ പഠിക്കുന്നത് ഇതിൻ്റെ തിയററ്റിക്കൽ ഫ്രെയിം വർക്കിലാണ്. പക്ഷേ ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഈ കോഴ്സിനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്. പല കമ്പനികളുടെയും ഡിജിറ്റൽ വൈസ് മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റലിലൂടെയാണ്. നമ്മൾ ആഡൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ആഡ് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിൽ ഓരോ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തുടക്കം എന്നോണം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ഇതിൽ 5 മൊഡ്യൂളാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് 12 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻട്രഡക്ഷനാണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേഴ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, 7 C's and 5 A's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, മീനിങ്, ടൈപ്സ്, പ്രോസ് ആൻഡ് കോൺസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, ജോബ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വീഡിയോ മാർക്കറ്റിംഗ്, ലോങ് ഫോം കണ്ടൻറ്റ്, സോഷ്യൽ മീഡിയ ഷോപ്പിംഗ്, പ്രോഗ്രസീവ് വെബ് പേജ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഫസ്റ്റ് മൊഡ്യൂൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ്. ഇതിൽ നിന്ന് 12 മാർക്കിനാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാം. മൊഡ്യൂൾ 2 നിന്നും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് 12 മാർക്സിനാണ് ഈ മൊഡ്യൂളിൽ നിന്ന് വരിക. ഇതിൽ സോഷ്യൽ മീഡിയ മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീനിങ്, ടൈപ്സ്, ടൂൾസ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിഫറൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ടൈപ്സ് നമുക്കറിയാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോം, അതിൻ്റെ യൂസസുമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്ന് 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. മൊഡ്യൂൾ 3 SEO SEM. ഓക്കെ, SEO മീനിങ്, പ്രോസസ്സ്, റോൾ ഓഫ് SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടൈപ്സ് ഓഫ് SEO, ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, കീ എലമെൻറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, കീവേഡ്സ് ഫോർ SEO ക്യാമ്പയിൻ, SEM മീനിങ്, ഇമ്പോർട്ടൻസ്, കീവേഡ്സ് ഓഫ് SEM ക്യാമ്പയിൻ, ഗൂഗിൾ ആഡ്വേർഡ്സ്, ആഡ് ക്രിയേഷൻ, കീവേഡ്സ്, ടാർഗറ്റ്, സിമിലാരിറ്റീസ് ഓഫ് SEM SEO, ഡിഫറൻസ് ബിറ്റ്വീൻ SEM ആൻഡ് SEO. ഇതിൽ നിന്നും 12 മാർക്കിന്. ലാസ്റ്റ് മൊഡ്യൂളല്ല, അതിന് മുന്നത്തെ മൊഡ്യൂൾ 4 ഇമെയിൽ മാർക്കറ്റിംഗ്. ഇതിൽ നിന്ന് 14 മാർക്സിനാണ്. ഇമെയിൽ മീനിങ്, ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഇമെയിൽസ്, ഇമെയിൽ മാർക്കറ്റിംഗ് മീനിങ്, ഒബ്ജക്റ്റീവ്, ബെനിഫിറ്റ്, ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ മീനിങ്, ടൈപ്സ്, ഓട്ടോമേഷൻ ഇൻ ഇമെയിൽ മാർക്കറ്റിംഗ് മീനിങ്, ഫീച്ചേഴ്സ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നിന്ന് 14 മാർക്കിന്. ഇതിൽ ആദ്യത്തെ 4 മൊഡ്യൂളിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. യൂണിവേഴ്സിറ്റി എക്സാമിന് ആദ്യത്തെ 4 മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. 50 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി എക്സാം. 25 മാർക്ക് ഇൻറ്റേർണൽ മാർക്കാണ്. അതിൽ 5 മാർക്ക് വരിക ഓപ്പണൻറ്റ് മൊഡ്യൂളിൽ നിന്നാണ്. 5 മാർക്ക് ഇതിൽ എക്സ്പേർട്ട് ടോക്കുകൾ, ആൻസോൺ എക്സ്പീരിയൻസ് യൂട്ടിലൈസിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റുകൾ, സെമിനാറുകളൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരിക. ഓപ്പണൻറ്റ് അതിന് 5 മാർക്കും 20 മാർക്ക് നമ്മളെ ഇൻറ്റേർണൽ എക്സാം, അസൈൻമെൻറ്റ്, സെമിനാർ പോലുള്ള കാര്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കായിട്ട് 25 മാർക്കുണ്ട്. അതിൽ 5 മാർക്ക് അവസാനത്തെ മൊഡ്യൂളിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് 50ലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോകൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.